അതായത് നമ്മൾ അക്യുപഞ്ചറിൽ മോക്സ ചെയ്യുമ്പോൾ നേരിട്ടുള്ള മോക്സ മാത്രമല്ല, അതല്ലാണ്ട് നമുക്ക് വന്നിട്ട് മറ്റേ വെളുത്തുള്ളിയും അതേമാതിരി തന്നെ ഇഞ്ചിയും വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻഡയറക്റ്റ് മോക്സയാണ്. പിന്നെ സാൾട്ടാണ് ഉപയോഗിക്കുന്നത്. സോ അത് വെച്ചിട്ട് നമുക്കിവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇത് വന്നിട്ട് മറ്റേ എന്താ പറയുക, എന്തിനൊക്കെ ഉപയോഗിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ശരീരം മുഴുവനും തണുത്ത അവസ്ഥ, മരവിച്ച് പോകാവുന്ന പോലെ. അതായത് ഒരാൾ ആക്ച്വലി എന്നിട്ട് മരണപ്പെടുന്ന സമയത്ത് ഏകദേശം അതേപോലെ തന്നെയാണ് ഉണ്ടാവുക. ശരീരമൊക്കെ പെട്ടെന്ന് തണുക്കാൻ തുടങ്ങും. ഓക്കെ, ആ തണുക്കാൻ തുടങ്ങുന്ന സമയങ്ങളിൽ നമുക്ക് ഈ പോയിൻറ്റ്സ് ഉപയോഗിക്കാം. യാങ് കൊളാപ്സ് ആവാണ്. അതൊരു സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ തന്നെയാണ്, ചെറുതല്ല. നമുക്ക് പക്ഷേ ഡോക്ടർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് എത്തിക്കേണ്ട ഒരു എന്താ പറയുക അവസ്ഥയാണത്. ഓക്കെ, അതേമാതിരി തന്നെ കൈയും കാലുകളൊക്കെ തണുക്കുന്നത് എല്ലാത്തിനും നമുക്ക് ഈ പോയിൻ്റ് ഉപയോഗിക്കാം. ക്രോണിക് ആയിട്ടുള്ള ഡയറിയയ്ക്ക് ഉപയോഗിക്കാം. അതായത് അതേമാതിരി തന്നെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ മാത്രമായിട്ട് വേർക്കുന്നുണ്ടെങ്കിൽ അത് മാറാൻ നല്ലതാണ്. എഡിമയ്ക്ക് നല്ലതാണ്. അപ്പോൾ യാങ് എന്ന് പറയുന്നത് വാംനെസ് ആണ് അല്ലേ, ഇന്നാണ് കോൾഡ്നെസ്. അപ്പോൾ യാങ് കൊളാപ്സ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ചൂട് നിലനിർത്താനുള്ള കപ്പാസിറ്റി ഇല്ലായ്മയാവുക. അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടോ അതിനെല്ലാം തന്നെ നമുക്ക് ഈ പോയിൻറ്റ്സ് ഉപയോഗിക്കാം. അതേമാതിരി തന്നെ ഇൻഡസ്ട്രിയെ സപ്പോർട്ട് ചെയ്യുന്ന പോയിൻറ്റും കൂടെയാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ട്രീറ്റ്മെൻറ്റിന് അങ്ങനെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പോയിൻ്റ് അല്ലാതെ നമുക്ക് ഇൻഡയറക്റ്റായിട്ട് മോക്സയും മറ്റും ചെയ്യാൻ പറ്റും. ഓക്കെ, എമർജൻസി ആണെങ്കിൽ മാത്രം ഇത് ഉപയോഗിച്ചാൽ മതി. അടുത്തത് റൺ 9 എന്നുള്ള പോയിൻ്റാണ്. ഓക്കെ, അംബ്ലിക്കസിൽ നിന്ന് 1 ചൂൺ മുകളിലാണ്. ഓക്കെ, റൺ 8 എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് അംബ്ലിക്കസ് ആണ്. അതിന് 1 ചൂൺ മുകളിലാണ്. എഡിമയ്ക്ക് നല്ലതാണ്. യൂറിൻ റിട്ടൻഷനായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് റിലീസ് ചെയ്യാൻ വന്നിട്ട് ഈ പോയിൻ്റ് നല്ലതാണ്. അബ്ഡമൽ പെയിന് നല്ലതാണ്. ഡയറിയയ്ക്ക് ഈ പോയിൻ്റ് നല്ലതാണ്. അതേമാതിരി തന്നെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ വോമിറ്റിംഗ് അല്ലാതെ, കുളിച്ച് തകട്ടലല്ലാതെ, ഇതിൻ്റെ ഒന്നും സിംറ്റം ഇല്ലാതെ തന്നെ കഴിച്ച ആഹാരം ആസ് സച്ച് നമുക്ക് പുറത്തേക്ക് വരും. ഓക്കെ, സോ അങ്ങനെ ഉണ്ടാവുന്ന ഇഷ്യൂസ് കുറയ്ക്കാൻ ഈ പോയിൻ്റ് നല്ലതാണ്. ഓപ്പൺസ് ആൻഡ് റെഗുലേറ്റ്സ് വാട്ടർ പാസേജ്. അതുകൊണ്ടാണ് ഇതിന് എഡിമയ്ക്ക് ട്രീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പോയിൻ്റാണെന്ന് പറയാൻ കാരണം. ഓക്കെ, റൺ 9 എന്നുള്ളത് അംബ്ലിക്കസിൽ നിന്ന് 1 ചൂൺ മുകളിൽ വരുന്ന പോയിൻ്റാണ്. ഉണ്ടല്ലോ അല്ലേ? കേൾക്കാണ്ട് സാർ. റൺ 9ഉം റൺ 5ഉം SP9 കൂടി കൊടുത്തു കഴിഞ്ഞാല് പെട്ടെന്നുള്ള എത്ര വലിയ അടിമക്ക് നല്ല മാറ്റം കിട്ടാറുണ്ട്. ഓക്കെ, താങ്ക് യു. റൺ 9, SP9, റൺ 5 അല്ലേ? റൺ 5 അതിനോടൊപ്പം തന്നെ UB66 UB67 കൂടിയിട്ട് സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ അമിതമായി നിൽക്കുന്ന എഡിമ പോയി ചെയ്യും. എന്നാൽ തീരെ ശരീരത്തിൽ നിന്ന് നീര് പോവാതിരിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യും. ഫുള്ളായിട്ട് നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യും. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു സാർ. അതിൻ്റെ ഒപ്പം റൺ 6ഉം കൂടെ യൂസ് ചെയ്ത് നോക്കൂ, കുറച്ചുകൂടെ നല്ല റിസൾട്ട് കിട്ടും എഡിമയ്ക്ക് കേട്ടോ. ഓക്കെ, അടുത്തത് റൺ 10 എന്നുള്ള പോയിൻ്റാണ്. ഓക്കെ, 2 ചൂൺ അംബ്ലിക്കസിൽ നിന്ന് നേരെ മുകളിൽ വരുന്ന പോയിൻ്റാണ്. റൺ വെസൽസും യൂറിനറി ബ്ലാഡറും കൂടെ ക്രോസ് ചെയ്യുന്ന പോയിൻ്റാണ്. അതായത് വയറിൻ്റെ സൈഡിൽ ഉണ്ടാകുന്ന വേദനകൾക്ക് നല്ലതാണ്. അബ്ഡമിനൽ ഡിസ്റ്റൻഷന് നല്ലതാണ്. ഡയറിയയ്ക്ക് നല്ലതാണ്. ഹിക്കപ്പിന് നല്ലതാണ്. ഡിസെൻസ് സ്റ്റൊമക് ചീ, റിലീവ്സ് ഫുഡ് സ്റ്റാഗ്നേഷൻ, ഹാർമോണൈസ് ദ മിഡിൽ ജിയോനെ സപ്പോർട്ട് ചെയ്യുന്ന പോയിൻ്റാണ്. അപ്പോൾ ഡൈജഷനായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഈ പോയിൻറ്റ്സ് ഉപയോഗിക്കാം. അതുകൊണ്ട് തന്നെ ഗ്യാസ്ട്രിക് പെയിനും അബ്ഡമനിൽ ഉണ്ടാകുന്ന മുറുക്കത്തിനൊക്കെ ഇത് റിലീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ലൊക്കേഷൻ എന്നുള്ളത് റൺ 10 വന്നിട്ട് 2 ചൂൺ അംബ്ലിക്കസിൽ നിന്ന് മുകളിലുള്ള പോയിൻ്റാണ്. ഓക്കെ, അടുത്തത് റൺ 11 ആണ്. 3 ചൂൺ. റണ്ണിൻ്റെയൊക്കെ മാക്സിമം അങ്ങനെ തന്നെ 1 ചൂൺ, 2 ചൂൺ, അല്ലെങ്കിൽ ഏതെങ്കിലും ലൊക്കേഷൻ അപ്രോക്സിമേറ്റ്ലി 1.5 ചൂൺ. ഈ ഒരു വേരിയേഷനിൽ തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനും നമുക്ക് പോയിൻ്റ് ലൊക്കേറ്റ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. 3 ചൂൺ അംബ്ലിക്കസിൻ്റെ മുകളിൽ നിന്ന് എടുത്താൽ മതി. ഗ്യാസ്ട്രിക് റിലേറ്റഡ് ആയിട്ടുള്ള പെയിന് നല്ലതാണ്. വോമിറ്റിങ്ങിന് നല്ലതാണ്. അതേമാതിരി തന്നെ ചില ആളുകൾക്ക് വന്നിട്ട് മെൻ്റലി വന്നിട്ട് ഓരോ സാധനങ്ങൾ കഴിക്കുമ്പോൾ തന്നെ മുൻകൂട്ടി തന്നെ അവർക്ക് ധാരണയാണ്, ഞാൻ ഇത് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൊളസ്ട്രോൾ കൂടും, അല്ലെങ്കിൽ മറ്റെന്താ പറയുക BP കൂടും, ഷുഗർ കൂടും എന്ന് പറഞ്ഞിട്ട് അത് ആക്ച്വലി ഒരു അസുഖമാണ്. ഓക്കെ, നമ്മൾ ജനറലി
ഓക്കെ നമുക്കൊരു ഏജായി അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ട്, ആ സമയത്ത് നമ്മൾ തൽക്കാലം അവോയ്ഡ് ചെയ്യുന്നത് പോലെയല്ല, ഇവർ എപ്പോഴും അത് മൈൻഡിൽ ഫിക്സഡ് ആയിരിക്കും. ഓക്കെ, സോ അങ്ങനെ ഇഷ്യൂസ് ഉള്ള ആളുകൾക്കൊക്കെ ഇത് നമുക്ക് ഉപയോഗിക്കാം. അതേമാതിരി തന്നെ അബ്ഡമൽ ഡിസ്റ്റൻഷൻ ഉപയോഗിക്കാം. അതേമാതിരി തന്നെ സ്റ്റൊമക്കിലും മറ്റും ഉണ്ടാകുന്ന, ഇൻറ്റസ്റ്റൈനിലും മറ്റും ഉണ്ടാകുന്ന വെള്ളം മൂവ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ഗ്യാസ് മൂവ് ചെയ്യുന്ന പോലെ ഉണ്ടാകുന്ന ശബ്ദം ഉണ്ടെങ്കിൽ അത് നമുക്ക് മാറാനും ഈ പോയിൻ്റ് നല്ലതാണ്. സ്പ്ലീനിനെയും സ്റ്റൊമക്കിനെയും ഹാർമോണൈസ് ചെയ്യുന്ന പോയിൻ്റാണ്. സ്റ്റൊമക് ചീനെ ഡിസെൻഡ് ചെയ്യുന്ന പോയിൻ്റുമാണ്. അപ്പോൾ നമുക്കിത് സ്പ്ലീനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇത് നമുക്ക് ഈ പോയിൻറ്റ്സ് ഉപയോഗിക്കാം. ദഹനത്തിനും ഈ പോയിൻ്റ് വളരെ നല്ലതാണ്. ഓക്കെ, അംബ്ലിക്കസിൽ നിന്നും 3 ചൂൺ മുകളിലുള്ള പോയിൻ്റാണ് റൺ 11 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൺസെപ്ഷണൽ വെസൽസിലെ 11ാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്. അടുത്തത് റൺ 12 എന്നുള്ള പോയിൻ്റാണ്. സ്റ്റൊമക്കിൻ്റെ ഫ്രണ്ട് മൂവ് പോയിൻ്റാണ്. അംബ്ലിക്കസിൽ നിന്ന് 4 ചൂൺ മുകളിലാണ് ഈ പോയിൻറ്റ്സ് ഉള്ളത്. ഫൂ ഓർഗൻസിനെ മീറ്റിംഗ് പോയിൻ്റാണിത്. അതായത് നമ്മുടെ ശരീരത്തിനകത്തുള്ള ഫൂ ഓർഗൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാങ് ഓർഗൻസിൻ്റെ ക്രോസിംഗ് പോയിൻ്റാണ്. പ്രത്യേകിച്ച് നോക്കിക്കഴിഞ്ഞാൽ റൺ വെസലും സ്മാൾ ഇൻറ്റസ്റ്റൈനും ട്രിപ്പിൾ ബർണറും സ്റ്റൊമക് മെറിഡിയനും കൂടെ ക്രോസിംഗ് ചെയ്യുന്ന പോയിൻ്റാണ്. എപ്പിഗാസ്ട്രിക് റിലേറ്റഡ് ആയിട്ടുള്ള വേദനയ്ക്ക് നല്ലതാണ്, വോമിറ്റിങ്ങിന് നല്ലതാണ്, ഹിക്കപ്പിന് നല്ലതാണ്. അതേമാതിരി തന്നെ പുളിച്ചിത കെട്ടൽ വരുന്നുണ്ടെങ്കിൽ അത് മാറാൻ ഈ പോയിൻ്റ് നല്ലതാണ്. അബ്ഡമനൽ ഡിസ്റ്റൻഷന് നല്ലതാണ്, ഡയറിയയ്ക്ക് നല്ലതാണ്, ഇൻഡൈജഷന് ഈ പോയിൻറ്റ്സ് നല്ലതാണ്, കഫിന് നല്ലതാണ്. അതേമാതിരി തന്നെ ചിലവർക്ക് സാധാരണ നമ്മൾ ചുമയ്ക്കുമ്പോൾ കഫം വരും, ചിലവർക്ക് അങ്ങനെയല്ല, കണ്ടിന്യൂസ് ആയിട്ട് നോൺ സ്റ്റോപ്പായിട്ട് നിറയെ വരും ചുമയോട് കൂടിയിട്ടുള്ള കഫം ഡ്രാസ്റ്റിക്കായിട്ട്. അത് മാറാൻ ഈ പോയിൻ്റ് നല്ലതാണ്. ജോണ്ടിസിന് നല്ലതാണ്, ഉറക്കക്കുറവിന് ഇൻസോമേനിയയ്ക്ക് ഈ പോയിൻറ്റ്സ് നല്ലതാണ്. ഒറ്റ മിനിറ്റേ. പിന്നെ പ്രസന്ന NSS വിളിച്ചിട്ടുണ്ടായിരുന്നു, 8 മണിക്ക് ഉള്ളിൽ വരികയാണെങ്കിൽ വിളിക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ നാളെ വിളിക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, അതായത് സ്പ്ലീൻ ആൻഡ് സ്റ്റൊമക്കിനെ ഹാർമോണൈസ് ചെയ്യുന്ന പോയിൻ്റാണ്. അപ്പോൾ ഡൈജഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഈ പോയിൻ്റ് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇതിൽ ചില അസുഖങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവില്ല. ഓക്കെ, സോ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡയബറ്റിക്സിന് ഈ പോയിൻ്റ് നല്ലതാണ്. അതേമാതിരി തന്നെ ഡയബറ്റിക്കിനെ ഡീൽ ചെയ്യുന്ന സമയത്ത് ഞാൻ പറയേണ്ട ആവശ്യമുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പല ആൾക്കാരും വരുന്ന സമയത്ത് ഡയബറ്റിക് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ ചെക്ക് ചെയ്യും, ഡയബറ്റിക് ആണെങ്കിൽ മരുന്ന് എഴുതി കൊടുക്കുന്നല്ലാതെ ഒരിക്കലും അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചോദിക്കാറില്ല. ഒരു ഡയബറ്റിക് വരാൻ ഒരു 1008 കാര്യം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഒന്ന്, ചിലർ ഫിസിക്കൽ കഴിക്കുന്ന ആഹാരം തിന്ന് ഉണ്ടാവുന്ന എനർജി കൺസംഷൻ പ്രോപ്പർ അല്ലെങ്കിൽ ഉണ്ടാവും, വർക്കഹോളിക് ആണെങ്കിൽ ഉണ്ടാവും, ലാക്ക് ഓഫ് എക്സസൈസ് ഉണ്ടെങ്കിൽ ഉണ്ടാവും, അതല്ലെങ്കിൽ നമുക്ക് ലിവറിന് ലോഡ് വന്നു കഴിഞ്ഞാൽ അതേ ഇഷ്യൂസ് ഉണ്ടാവും, സ്റ്റൊമക്ക് റിലേറ്റഡായി ഫുഡ് സ്റ്റൈൽ ഇംപ്രോപ്പർ ആയിട്ടുള്ള ആളുകൾക്ക് ഉണ്ടാവും. സോ നിങ്ങൾ ഏതൊരാൾ വന്നു കഴിഞ്ഞാലും അവരുടെ ജോബ് എന്താണ്, അവരുടെ ലൈഫ് സ്റ്റൈൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. അതല്ല എങ്കിൽ നമ്മളും മോഡേൺ മെഡിസിനും തമ്മിൽ യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല. സിംറ്റം നോക്കുക, സിംറ്റംസിന് നീഡിൽ ചെയ്യാം. അപ്പോൾ പല ആളുകളും വന്നിട്ട് നമ്മൾ പറയും, ചില ആളുകൾ വന്നിട്ട് ഓഫീസിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കും, അവർക്ക് ഡയബറ്റിക് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രയോറിറ്റി അവരെ കൊണ്ട് കുറച്ച് ദിവസത്തേക്ക് രാവിലെയും വൈകുന്നേരവും കുറച്ച് വേർക്കുന്ന പോലെ എക്സസൈസ് ചെയ്യാൻ പറയുക, എന്നിട്ട് ഒബ്സർവ് ചെയ്യാൻ പറയുക. പല ആളുകളിലും ഈ ഒരു ഒറ്റ സാധനം കൊണ്ട് തന്നെ നമുക്ക് റിഡക്ഷൻ കാണാൻ പറ്റും ഡയബറ്റിക്കിൽ. ചിലർ നന്നായി വർക്ക് ചെയ്യുന്ന ആളായിരിക്കും, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പാടത്ത് പണിക്ക് പോവുക, 2 കിലോമീറ്റർ 3 കിലോമീറ്റർ നടന്നു പോകുന്ന ആളുകളായിരിക്കും, അവർക്കും ഡയബറ്റിക് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ലാക്ക് ഓഫ് എക്സസൈസ് അല്ല. അതേമാതിരി തന്നെ ഇപ്പോൾ പുതിയൊരു സിസ്റ്റം ഉണ്ട്, നമ്മുടെ കാലിലെ കാഫ് മസിൽസിനെ ടൈറ്റൻ ആക്കിയാൽ ഷുഗർ കുറയുന്നു. ഓക്കെ, അതുകൊണ്ടിട്ട് എല്ലാവർക്കും അത് പറയല്ല വേണ്ടത്. ഇപ്പോൾ എക്സാമ്പിൾ ടൈലർ ജോബ് ചെയ്യുന്ന ആളുകൾ, അതും ഫുൾ ടൈം ടൈലർ ജോബ് ചെയ്യുന്ന ആളുകൾക്ക് ഡയബറ്റിക് വരുന്നില്ലേ? അവരുടെ കാലം എപ്പോഴും മാനുവലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വരാറുണ്ട്. അപ്പോൾ കാഫ് മസിൽസ് കൊണ്ട് ചെയ്താൽ മാറില്ലേ ചോദിച്ചാൽ മാറും. ആർക്ക് മാറുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡി ശരിക്കും വർക്ക് ചെയ്യാതെ ഒരാളാണ്. ഇപ്പോൾ എന്നെ മാതിരി മടിയനായിട്ട് ഇവിടുന്ന് വണ്ടി കയറി ഓഫീസിൽ പോയിരുന്നു, കമ്പ്യൂട്ടറിന് മുമ്പിലിരുന്നു, തിരിച്ച് വീട്ടിൽ വന്നു, നോട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് ഈ കമ്പ്യൂട്ടറിന് മുമ്പ് തന്നെ എല്ലാ ടൈമും വരുമ്പോൾ മിനിമം നമ്മളുടെ ശരീരത്തിനകത്ത് പക്ഷെ ആഹാരം കഴിക്കുന്നതിലൊന്നും കുറവ് വരുത്തുന്നില്ല. ഓക്കെ, സോ ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അത് വർക്കാവും. ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലാവുണ്ടോ? എല്ലാ ടിപ്സും എല്ലാവർക്കും അപ്ലിക്കബിൾ ആവില്ല. ഓക്കെ, സോ അപ്പോൾ അവരുടെ ആറ്റിറ്റ്യൂഡ്സ് നോക്കണം. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ മുത്തശ്ശിമാരുണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് പ്രായമായ അമ്മമാരുണ്ടാവും, അവർ പുറത്തൊന്നും പോകാത്ത ആളുകളാണെങ്കിൽ അവർക്കൊക്കെ ഈ കാഫ് മസിൽസ് നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാം.
ആളുടെ ഒരു ടൈലർ വരുന്നു, അയാൾ ആളുടെ ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം ചെയ്ത് വരുന്നവർക്കും ഇതേ എക്സസൈസ് പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഡയഗ്നോസിസ് ചെയ്യുന്ന സമയത്ത് ആ ക്ലയൻറ്റിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ എടുക്കേണ്ട ഒരു ബാധ്യതയുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് അവരുടെ റൂട്ട് കോസിലേക്ക് എത്താൻ പറ്റുള്ളൂ. അത് പറയണം, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞതായിട്ട് ഓർമ്മയില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അങ്ങനെ റിപ്പീറ്റേഷൻ ആണെങ്കിൽ തൽക്കാലം ക്ഷമിക്കാം. ഓക്കെ, റൺ 12 എന്നുള്ളത് അംബ്ലിക്കസ് നിന്ന് 4 ചൂൺ മുകളിലാണ് വരുന്ന പോയിന്റ്. ഓക്കെ, അടുത്തത് റൺ 13 എന്നുള്ളതാണ്. അപ്രോക്സിമേറ്റ്ലി 5 ചൂൺ അംബ്ലിക്കസ് നിന്ന് നേരെ മുകളിലുള്ള പോയിൻ്റാണ്. റൺ വെസലും സ്മാൾ ഇൻഡസ്ട്രിയനും സ്റ്റൊമക് മെറിഡിനും കൂടി ക്രോസ് ചെയ്യുന്ന പോയിൻ്റാണ്. അതുകൊണ്ട് തന്നെ ഇത് മറ്റേ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി സ്റ്റൊമക്കിനെയും സ്പ്ലീനിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റുന്ന പോയിൻ്റാണ്. എന്തിനൊക്കെ മെയിനായിട്ടും ചോദിച്ചാൽ ഗ്യാസ്ട്രിക് പെയിൻ, വൊമിറ്റിംഗ്, അബ്ഡമൽ ഡിസ്റ്റൻഷൻ, എപ്പിലെപ്സി, ഇതിനെല്ലാം ഉപയോഗിക്കാം. അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് മിഡ് ജിയോ, നമ്മുടെ 3 ജിയോ പറഞ്ഞു, അതിൽ മിഡിൽ ജിയോയിൽ വരുന്ന ഭാഗങ്ങളിലുള്ള ഫങ്ഷനാലിറ്റീനെ ഹാർമണൈസ് ചെയ്യുന്ന പോയിൻ്റാണ്. അപ്പോൾ നേരത്തെ റൺ 12 പറഞ്ഞതൊക്കെ നമുക്ക് ഇവിടെയും അപ്ലിക്കബിൾ ആണ്. അതേമാതിരി തന്നെ റിബല്ലസ് ചീനെ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്നത്, അതായത് വോമിറ്റിംഗ് ടെൻഡൻസി ഉള്ള ആളുകൾക്കൊക്കെ മാറാൻ ഈ പോയിൻ്റ് വളരെ നല്ലതാണ്. അംബ്ലിക്കസിൽ നിന്നും 5 ചൂൺ മുകളിലാണ് റൺ 13 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, കിഡ്നി 20യുടെ അടുത്ത് വരുന്ന പോയിൻ്റാണ്. അടുത്തത് റൺ 14 എന്നുള്ളതാണ്. 6 ചൂൺ എബവ് ദ അംബ്ലിക്കസ്, 6 ചൂൺ അംബ്ലിക്കസിൽ നിന്ന് മുകളിൽ വരുന്ന പോയിൻ്റാണ്. ഫ്രണ്ട് മൂവ് പോയിൻ്റ് ഓഫ് ദ ഹാർട്ടിൻ്റെ ഫ്രണ്ട് മൂവ് പോയിൻ്റാണ്. അപ്പോൾ റൺ 14 നിങ്ങൾക്ക് ഡയഗ്നോസ് ചെയ്യാനും ഉപയോഗിക്കാം, ട്രീറ്റ്മെൻറ്റിനും ഉപയോഗിക്കാം. റൺ 14 പ്രസ് ചെയ്യുമ്പോൾ പെയിൻ വരുന്നുണ്ടെങ്കിൽ ഹാർട്ടിലേക്കുള്ള എനർജി ഇംബാലൻസ് ഉണ്ടെന്ന് അർത്ഥം, മനസ്സിലാക്കുക. ഓക്കെ, പെയിൻ ഇൻ ദ കാർഡിയാക് റീജിയൻ ആൻഡ് ചെസ്റ്റിലും അതേപോലെ തന്നെ ഹാർട്ടിൻ്റെ ഭാഗത്തുണ്ടാവുന്ന വേദനകൾക്കും പാൽപിറ്റേഷനും ഇത് ഉപയോഗിക്കാം. മാനസികമായ വിഭ്രാന്തി കാണിക്കുന്ന ആളുകൾക്ക് ഉപയോഗിക്കാം, എപ്പിലെപ്സിക്ക് ഉപയോഗിക്കാം, ഗ്യാസ്ട്രിക് പെയിൻ, വൊമിറ്റിങ്ങിനെല്ലാം തന്നെ ഈ പോയിൻറ്റ്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ചെസ്റ്റിനെ ഓപ്പൺ ചെയ്യുന്നു, കഫത്തിനെ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന പോയിൻ്റാണ്. റെഗുലേറ്റ്സ് ദ ഹാർട്ട്, കാംസ് ദ ഷൻ, അതേപോലെ തന്നെ റിബല്ലസ് ചീന് കുറയ്ക്കാനും ഈ പോയിൻറ്റ്സ് നമുക്ക് ഉപയോഗിക്കാം. അതായത് എന്തുകൊണ്ടാണ് മാനസികമായിട്ടുള്ള ഇഷ്യൂസിന് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതിനാണ് കാംസ് ദ ഷൻ എന്ന് പറയുന്നത്. ഷൻ എന്ന് പറയുന്നത് അത് എന്താ പറയുക, നമ്മുടെ മനസ്സെന്ന് വേണമെങ്കിൽ പറയാം. മനസ്സ് ഹൃദയത്തിലുള്ളതായിട്ടാണ് സങ്കല്പം, അല്ലെങ്കിൽ എല്ലാവരും നമ്മൾ മനസ്സിനെ തൊട്ട് പറയുമെന്ന് പറഞ്ഞാൽ ഏത് കുട്ടികളാണെങ്കിലും അറിയാണ്ടേ അറിഞ്ഞിട്ടാണെങ്കിലും കൂടിയിട്ട് നമ്മുടെ ഹൃദയത്തിലാണ് കൈവയ്ക്കുക. ആ ഹൃദയത്തിലാണ് ദൈവം ഇരിക്കുന്നത്, ദൈവത്തിൻ്റെ കൂടെ തന്നെയാണ് ഈ മൈൻഡ് ഉള്ളത് എന്നാണ് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ മാനസികമായ ഇഷ്യൂസിന് നമുക്ക് ഈ പോയിന്റിനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അംബ്ലിക്കസിൽ നിന്നും 6 ചൂൺ മുകളിൽ വരുന്ന പോയിൻ്റാണ് റൺ 14 എന്നുള്ളത്. ഓക്കെ, റൺ 15 എന്നുള്ളത് അംബ്ലിക്കസിൽ നിന്നല്ല, അംബ്ലിക്കസിൽ നിന്ന് ഏകദേശം 7 ചൂൺ മുകളിലും നമ്മളുടെ എന്താ പറയുക, സ്റ്റർണം ഉണ്ടല്ലോ, സ്റ്റർണത്തിൻ്റെ വാലുണ്ട്, അതിൻ്റെ ആ വാലിൻ്റെ അവിടെ നമുക്കത് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക. സ്റ്റർണം വന്നിട്ട് ഒരു എന്താ പറയുക, നമ്മുടെ വാരിയലിനെ കൂട്ടി പിടിക്കുന്ന ഒരു ചെറിയൊരു പുഴുവോ അല്ലെങ്കിൽ ബട്ടർഫ്ലൈൻ്റെ ചിറകില്ലാത്ത ഭാഗം മാതിരി കാണുമെങ്കിലും ഈ സാധനം പോലും പല മൈക്രോ സിസ്റ്റത്തിലും ആ സ്റ്റർണത്തിനെ വന്നിട്ട് നമ്മളുടെ ശരീരവുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ട്രീറ്റ് ചെയ്യാറുണ്ട്, ഡയഗ്നോസിസിനും മറ്റൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, സോ ഈ സാധനത്തിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് അപ്രോക്സിമേറ്റ്ലി 1 ചൂൺ താഴെയാണ്, അല്ലെങ്കിൽ അംബ്ലിക്കസിൽ നിന്ന് 7 ചൂൺ മുകളിലായിട്ട് വരുന്നതാണ്. റൺ വെസൽസിൻ്റെ ലൂ കണക്റ്റിംഗ് പോയിൻ്റാണ്. അതായത് റണ്ണിൽ നിന്നുകൊണ്ട് നമുക്ക് വന്നിട്ട് ഡ്യൂ ചാനലിനെ ട്രീറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം നമുക്ക് ഈ പോയിൻ്റ്. മാനസികമായ ഇഷ്യൂസിന് ഈ പോയിൻ്റ് ട്രീറ്റ് ചെയ്യാം, എപ്പിലെപ്സിക്ക് നല്ലതാണ്. അപ്പോൾ മാനസികം എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ഇത് ഏതെങ്കിലും രീതിയിൽ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കിടക്കുന്ന ഒരു പോയിൻറ്റും കൂടിയാണെന്ന്. ഓക്കെ, ചെസ്റ്റ് പെയിന് നല്ലതാണ്, പാൽപിറ്റേഷന് നല്ലതാണ്, അബ്ഡമൽ ഡിസ്റ്റൻഷന് നല്ലതാണ്. ഇതിൻ്റെ ഫങ്ഷനാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ദ ചെസ്റ്റ്, നേരത്തെ പറഞ്ഞു തന്നെയായിരിക്കും, ട്രാൻസ്ഫോംസ് ഫലം, റെഗുലേറ്റ്സ് ഹാർട്ട്സ്, കാംസ് ദ ഷൻ ആൻഡ് റിബല്ലസ് ചീൻ. കാരണം രണ്ടും തമ്മിൽ 1 ചൂണിൻ്റെ വ്യത്യാസമേ ഉള്ളൂ, ഏകദേശം അടുത്തടുത്ത പോയിൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് ആൾമോസ്റ്റ് കോമൺ സിംറ്റമാണ് ഇതിനുണ്ടാവുക. ഓക്കെ, അംബ്ലിക്കസിൽ നിന്നും 7 ചൂൺ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റർണം വാലിൻ്റെ മധ്യഭാഗത്ത് നിന്നും 1 ചൂൺ താഴെ വരുന്ന പോയിൻ്റാണ്. ഓക്കെ, റൺ 16 എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 1.5 ചൂൺ ബിലോ
റൺ 17 നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അത് വളരെ ഒരു കോമൺ ആയിട്ടുള്ള പോയിൻ്റാണ്. നമ്മൾ വിക്സ് കുട്ടികൾക്ക് തേച്ച് കൊടുക്കുന്ന ആഡിൽ കാണിക്കുന്ന സ്ഥലമാണ്. നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ കഫം പുറന്തള്ളാൻ വന്നിട്ട് വളരെയേറെ ഉപയോഗിക്കാവുന്ന പോയിൻ്റാണ് റൺ 17. റൺ 6 മറ്റേ LU5 ഒക്കെ കൂടി നീഡിൽ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ കഫം പുറത്തേക്ക് എക്സ്ക്രിയേറ്റ് ആവാറുണ്ട്. ഓക്കെ, അത് പൊതുവേ എന്തിനാ ഈ റൺ 16 എന്ന് പറയുന്നത് എന്തിനാണ് ഞാൻ റൺ 17 കുറിച്ച് ഞാൻ പറഞ്ഞ് ആൾമോസ്റ്റ് വലിയ വ്യത്യാസമൊന്നുമില്ല, 1.5 ചൂണ്ട വ്യത്യാസമേ ഉള്ളൂ. ഡിസ്റ്റൻഷൻ ആൻഡ് ഫുൾനെസ് ഇൻ ദ ചെസ്റ്റ് ആൻഡ് കോസ്റ്റൽ റീജിയൻ, കാർഡിയാക് പെയിൻ, വോമിറ്റിംഗ്. അതേമാതിരി തന്നെ സ്ത്രീകൾക്ക് വന്നിട്ട് മറ്റേ കുട്ടികൾ വന്നിട്ട് പാല് കഴിച്ച് കഴിഞ്ഞാൽ തികട്ടി വരുന്നില്ലേ, അത് കുറയ്ക്കാനും ഈ പോയിൻ്റ് നല്ലതാണ്. ഓപ്പൺ ദ ചെസ്റ്റ്, റിബലസീനെ സബ്ഡിവൈസ് ചെയ്യുന്നു. അതേമാതിരി തന്നെ മിഡിൽ ജിയോനെ സപ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്രോക്സിമേറ്റ്ലി റൺ 17 നിന്നും 1.5 ചൂൺ താഴെ വരുന്ന പോയിൻ്റാണ്. സ്റ്റെർണം എന്ന് പറയുന്ന ബോണിൻ്റെ വാലിൻ്റെ ഭാഗത്ത് മധ്യത്തിൽ വരുന്ന പോയിൻ്റാണ്. ഓക്കെ, ഞാനത് ആ ഒരു ചിത്രം കൂടെ ഇറായിരുന്നു അല്ലേ, സ്റ്റെർണത്തിൻ്റെ. ഓക്കെ, പിന്നെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇട്ട് തരാം കേട്ടോ, ഓർക്കാണ്ട്. അടുത്ത റൺ 17 എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. കഫം പുറന്തല്ലാൻ വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. ചെസ്റ്റിന് സപ്പോർട്ട് ചെയ്യുന്ന പോയിൻ്റാണ്. പെരിക്കാർഡിയം, ഹാർട്ട്, ലങ്, ഈ മൂന്നിനെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു പോയിൻ്റാണ് ഈ റൺ 17 എന്ന് പറയുന്നത്. ആണുങ്ങൾക്ക് എടുക്കുകയാണെങ്കിൽ മറ്റേ 2 നിപ്പിളിൽ നിന്നും ഒരു ഡയറക്റ്റായിട്ട് ലൈൻ വരിക്കുക, എന്നിട്ട് സെൻറ്ററിൽ എവിടെയാണോ ഇത് ടച്ച് ചെയ്യുന്നത് ആ പോയിൻ്റാണ് റൺ 17 എന്ന് പറയുന്നത്. ഫ്രണ്ട് മൂവ് പോയിൻ്റ് ഓഫ് ദ പെരിക്കാർഡിയം, അതായത് പെരിക്കാർഡിയത്തിൻ്റെ ഫ്രണ്ട് മൂവ് പോയിൻ്റാണ്. ചിയുമായിട്ട് റെഗുലേറ്റ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. വീസിങ് റിലേറ്റഡ്, ആസ്മ ഒക്കെ തുടങ്ങിയിട്ട് ചെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്കും, അത് കാർഡിയാക് പെയിൻ ആയിക്കോട്ടെ, ചെസ്റ്റ് പെയിൻ ആയിക്കോട്ടെ, പാൽപിറ്റേഷൻ ആയിക്കോട്ടെ, ചെസ്റ്റ് ഉണ്ടാകുന്ന സഫോക്കേഷൻസ് ആയിക്കോട്ടെ, എല്ലാത്തിനും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ചെസ്റ്റിൻ്റെ മാസ്റ്റർ പോയിൻ്റാണ്. അതേമാതിരി തന്നെ മറ്റേ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്ന സ്ത്രീകൾക്ക് മറ്റേ മുലപ്പാലിൻ്റെ കുറവുണ്ടെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യാൻ ഈ പോയിൻ്റ് നല്ലതാണ്. ഹിക്കപ്സിന് നല്ലതാണ്. അതേമാതിരി തന്നെ ആഹാരം കഴിക്കാനോ അല്ലെങ്കിൽ ഇറക്കാനോ ത്രോട്ടിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് മാറാനും ഈ പോയിൻ്റ് നല്ലതാണ്. ഓപ്പൺ ദ ചെസ്റ്റ് ടോണിഫൈസ് ആൻഡ് റെഗുലേറ്റ്സ് ലങ്ചി, മറ്റേ റിബലസീനെ സബ്ഡൈസ് ചെയ്യുന്നു, ബ്രസ്റ്റിനെ ബെനിഫിറ്റ് ചെയ്യുന്നു. നമ്മൾ വോമിറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ തടവി കൊടുക്കുന്ന സ്ഥലമാണ്. അതേമാതിരി തന്നെ വന്നിട്ട് ചുമയായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് നമ്മൾ ചെസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യുന്നത് ഈ സ്ഥലത്താണ്. അപ്പോൾ അവിടെ വിക്സ് ആണോ വർക്ക് ചെയ്യുന്നത്, നമ്മുടെ മസാജാണോ വർക്ക് ചെയ്യണം എന്നുള്ളത് അറിയണമെങ്കിൽ അടുത്ത പ്രാവശ്യം വീട്ടിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് വിക്സിന് പകരം ഒരിത്തിരി വെളിച്ചെണ്ണയോ എന്തെങ്കിലും നിങ്ങളുടെ ചെസ്റ്റിൽ വെച്ചിട്ട് അപ്വേർഡായിട്ട് നിങ്ങൾ മസാജ് ചെയ്ത് കൊടുക്കൂ, എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൊക്കേഷനാണ് ഈ റൺ 17 എന്നുള്ളത്. ഷെന്നിനെ കാം ചെയ്യാൻ ഇതിനകത്ത് എഴുതിയിട്ടില്ല, പക്ഷേ ഉറപ്പായിട്ടും ഷെന്നിനെ കാം ചെയ്യുന്ന പോയിൻ്റാണിത്. ഓക്കെ, റൺ 17 എന്നുള്ളത് ലൊക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. റൺ 18 എന്നുള്ള പോയിൻ്റാണ് 3rd and 4th വാരിയലുകൾക്ക് നടുവിൽ വരുന്ന പോയിൻ്റാണ്. ഓക്കെ, അപ്രോക്സിമേറ്റ്ലി 1.5 ചൂൺ മുകളിലായിട്ട് വരും റൺ 17ൻ്റെ അപ്രോക്സിമേറ്റ്ലി. ഓക്കെ, ചുമയ്ക്കും ഇതേ തന്നെയാണ് റൺ 17ൻ്റെ അതേ ഗുണങ്ങളുണ്ട്, പക്ഷേ റൺ 17 കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിരിക്കുന്നു മാത്രം. അപ്പോൾ നമ്മൾ നീഡിൽ ചെയ്യുന്ന സമയത്ത് ഈ റൺ 18, റൺ 17, റൺ 16 നിങ്ങൾ പ്രസ് ചെയ്ത് നോക്കുക. മോർ പെയിൻ അല്ലെങ്കിൽ അവർക്ക് നിങ്ങൾ തൊടുമ്പോൾ നിങ്ങൾക്ക് ഫീലിംഗ് വരുന്നുണ്ട് അറിയാൻ തുടങ്ങിയെങ്കിൽ ഏത് ഭാഗത്താണ് അവർക്ക് കൂടുതൽ കൺജഷൻ തോന്നുന്നത് ആ ഭാഗത്ത് നീഡിൽ ചെയ്യാം. കഫിന് നല്ലതാണ്, ആസ്മയ്ക്ക് നല്ലതാണ്, ചെസ്റ്റ് പെയിന് നല്ലതാണ്, പെയിൻ ഓഫ് ദ ബ്രസ്റ്റിന് നല്ലതാണ്. ഇതിനേക്കാളും നമുക്ക് വന്നിട്ട് ആ മുല്ലപ്പൂ കൊണ്ട് തന്നെ ഇത് ഒരുപാട് പേർക്ക് മാറ്റം വരാറുണ്ട് കേട്ടോ. ഓപ്പൺ ദ ചെസ്റ്റ്, റെഗുലേറ്റ് ദ റിബലസീനെ, ലങ്ങിൽ നിന്നുണ്ടാവുന്നതിനെ കുറയ്ക്കാൻ നല്ലതാണ്. സ്റ്റോപ്സ് കഫിനെ കംഫർട്ടബിൾ ആക്കാനുള്ള ഒരു പോയിൻറ്റും കൂടിയാണ് ഈ റൺ 18. അതേമാതിരി തന്നെ റൺ 17 നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, 3ാമത്തെയും 4ാമത്തെയും വാരിയലുകൾക്കിടയിൽ വരുന്ന പോയിൻ്റാണ്. അപ്രോക്സിമേറ്റ്ലി ഒരു 1.5 ചൂൺ മുകളിൽ, 1.6 എന്ന് എഴുതിയിട്ടുണ്ട്, 1.5 ചൂൺ മുകളിലായിട്ട് വരുന്ന പോയിൻ്റാണ്. ഇതെല്ലാം അങ്ങനെ തന്നെയാണ് വരിക, വാരികൾക്ക് നടുവിലാണ് വരിക. സെക്കൻഡ് ഇൻ്റർകോസ്റ്റൽ സ്പേസിൽ വരുന്നതാണ് റൺ 17 അല്ലെങ്കിൽ CV19 എന്നുള്ള പോയിൻ്റ്. ചുമയ്ക്ക് നല്ലതാണ്, ആസ്മയ്ക്ക് നല്ലതാണ്, ചെസ്റ്റിലെ പെയിന് നല്ലതാണ്. വേറെ ഒന്നുമല്ല, ഇത് മുഴുവനും ലോക്കൽ പോയിൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. ഓക്കെ, റൺ 19 2ാമത്തെ ഇൻ്റർകോസ്റ്റൽ സ്പേസിലാണ്. അടുത്തത് സ്റ്റെർണം ഹെഡിലായിട്ട് വരുന്ന പോയിൻ്റാണ്. ഏകദേശം അതിൻ്റെ അടുത്തായിട്ട് വരും ഫസ്റ്റ് ഇൻ്റർകോസ്റ്റൽ സ്പേസിൽ.
ഇതും ചെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്കും നല്ലതാണ്. കഫ്, ആസ്മ, അതേമാതിരി തന്നെ ചെസ്റ്റിലുണ്ടാവുന്ന എന്താ പറയുക ടൈറ്റ്നെസ്സിനും പെയിനിനും നല്ലതാണ്. ഹൈപ്പോകോൺട്രിയം റീജിയനിൽ ഉണ്ടാകുന്ന പെയിന് നല്ലതാണ്. കാരണം ഇത് ലോക്കൽ പോയിൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ, സ്റ്റെർണം ഹെഡിൻ്റെ മധ്യഭാഗത്തായിട്ട് വരും. റൺ 21 എന്നുള്ള പോയിൻ്റാണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ റൺ 22 അറിയണം. ഓക്കെ, അപ്രോക്സിമറ്റ്ലി 1 ട്യൂണാണ്. കഫ് ആസ്മയ്ക്ക് നല്ലതാണ്, ചെസ്റ്റ് പെയിന് നല്ലതാണ്, സോർ ത്രോട്ടിന് നല്ലതാണ്. സെയിം തന്നെയാണ്. ഓക്കെ, 21 സ്റ്റെർണം ഹെഡിൻ്റെ മുകളിലായിട്ട് വരും, മറ്റേത് സെൻറ്ററിലാണ് പറഞ്ഞത്. ഓക്കെ, ഈ അടുത്തത് റൺ 22 എന്നുള്ള പോയിൻ്റാണ്. നമ്മുടെ കഴുത്തിലൊരു കുഴിയുണ്ടല്ലോ, ഈ ക്ലാവിക്കൽ ബോണ് വന്ന് ഫിനിഷ് ചെയ്യുന്ന നടുവിൽ തൊണ്ടക്കുഴി എന്നൊക്കെ പാലക്കാടൻ ഭാഷയിൽ തൊണ്ടക്കുഴി എന്ന് തന്നെയാണ് പറയാം. ഓക്കെ, ആ മധ്യഭാഗത്ത് വരുന്ന പോയിൻ്റാണ്. ഈ പോയിൻ്റുകൾ ഞാൻ കുറേ കുട്ടികളിൽ കേട്ടോ, ഒന്നിൽ കൂടുതൽ ആളുകളിൽ ഈ കുട്ടികൾ വന്നിട്ട് സംസാരിക്കേണ്ട പ്രായമായാലും സംസാരിക്കുന്നുണ്ടാവില്ല. അങ്ങനെയുള്ള കുറേ കുട്ടികളിൽ ഒരു 3-4 പേരെങ്കിലും എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതാണ്. ഈ റൺ 22 അതേമാതിരി തന്നെ നമ്മളുടെ ആഡംസ് ആപ്പിളിൻ്റെ സൈഡിൽ 2 പോയിൻ്റ് LI വരുന്ന ആ ഭാഗത്തുള്ള പോയിൻ്റ്, അതേമാതിരി തന്നെ നമ്മുടെ അടുത്ത പോയിൻറ്റും കൂടെ വരും റൺ 21. ഈ പോയിൻ്റ് പ്രസ് നീഡിൽ, കാരണം കുട്ടികളാകുന്ന സമയത്ത് നീഡിലിടാൻ സമ്മതിക്കില്ല. അപ്പോൾ ഞാൻ അധികം ഉപയോഗിച്ചിരിക്കുന്നത് കുട്ടികൾ ഉറങ്ങുന്ന സമയങ്ങളിൽ ഒക്കെ പരിചയമുള്ള ആൾക്കാരിൽ കേട്ടോ, നമുക്ക് ഏത് സമയത്തും പോകാൻ പറ്റാവുന്ന ക്ലോസ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ, അവിടെ ഉള്ള 1-2 സ്ഥലങ്ങളിൽ നമ്മൾ ഈ പോയിൻ്റ് ഇട്ടിട്ടുണ്ട്. റെഗുലറായിട്ട് ഒരു 4-5 പ്രാവശ്യമായിട്ട് ഇടുമ്പോഴേക്കും തന്നെ ആ കുട്ടികൾ ഈവൻ അതായത് അമ്മാന്ന് പോലും കരഞ്ഞാൽ പോലും ശബ്ദം പുറത്തേക്ക് വരാതെ, കണ്ണിന് വെള്ളം വരും, വായൊക്കെ തുറക്കും, കരയുന്നതായിട്ട് അറിയാം, പക്ഷെ ശബ്ദം വരുന്നില്ല, അമ്മാന്ന് വിളിച്ചിട്ടില്ല, നടക്കുകയും എല്ലാം ചെയ്യുന്ന കുട്ടികളാണ്. എന്നിട്ട് പോലും വന്നിട്ട് നമുക്ക് ഇതൊരു 4-5 ദിവസം ഇടുമ്പോഴേക്കും തന്നെ നല്ല മാറ്റം കണ്ടിട്ട് പിന്നീട് 1 കൊല്ലം കഴിഞ്ഞപ്പോൾ അവർ പറയാണ്, അന്ന് നീളിടാൻ പറയുന്നത് തെറ്റായി എന്ന് തോന്നണു എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം അത്രയേറെ വായാടിയായിട്ടുള്ള കുട്ടിയായിട്ട് ആ കുട്ടി ഉണ്ടായിരുന്നു. ഓക്കെ, അത് കോറിലേറ്റഡ് ആയതാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ അത് ഒരു കേസിലല്ല, 1-ൽ കൂടുതൽ കേസിൽ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. മറ്റേ നമ്മുടെ തൊണ്ടക്കുഴിയിലത്തെ മധ്യഭാഗത്ത് വരുന്ന പോയിൻ്റാണ്. ഇതും അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിനകത്ത് ലങ്ങിലെ കഫത്തിന് പുറന്തള്ളാൻ ഉപയോഗിക്കുന്ന പോയിൻറ്റും കൂടെയാണ്. മറ്റേ ചൈനയിലെല്ലാം വന്നിട്ട് ഡീപ്പ് നീഡ്ലിംഗ് ചെയ്യും, പക്ഷെ നമ്മളിവിടെ ഡീപ്പ് നീഡ്ലിംഗ് ചെയ്യരുത്. അനാട്ടമി ഫിസിയോളജി വ്യക്തമായിട്ട് അറിയാവുന്നവരാണ് ഡീപ്പ് നീഡ്ലിംഗ് ചെയ്യുക. പക്ഷേ അവർ ബ്രോങ്കോസൈറ്റീസ് ഒക്കെ ഉള്ള ആളുകൾക്കൊക്കെ തന്നെ ഈ പോയിൻറ്റ്സ് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഉപയോഗിക്കാറുണ്ട്. നമ്മളതൊന്നും വേണ്ട, നമുക്ക് പ്രസ് നീഡിലോ സുജോക്ക് നീഡിലോ തൽക്കാലം ഉപയോഗിച്ചാൽ മതി. ഓക്കെ, കഫിന് നല്ലതാണ്, ആസ്മയ്ക്ക് നല്ലതാണ്, ചെസ്റ്റ് പെയിന് നല്ലതാണ്, സോർ ത്രോട്ടിന് നല്ലതാണ്. അതേമാതിരി തന്നെ പെട്ടെന്ന് ഉണ്ടാകുന്ന ഹോസ്നെസ്, അതായത് ശബ്ദം സംസാരിക്കുമ്പോൾ നമുക്ക് മറ്റേ തണുപ്പിലൊക്കെ വരുന്ന സമയത്തൊക്കെ സഡൻ ലോസ് ഓഫ് ഹോർസ്നെസ് വരും, സംസാരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. ഇപ്പോൾ ഞാൻ കുറച്ച് നേരം കൂടെ വോയിസ് കൂടുതലായി കഴിഞ്ഞാൽ എനിക്കത് ചെറുതായിട്ട് ഇപ്പോൾ വരും. അതേമാതിരി ഗോയിറ്ററിന് നല്ലതാണ്. അതേമാതിരി ത്രോട്ടിൽ എപ്പോഴും എന്തോ ഉള്ളതുപോലെ തോന്നുക, കഫം ഉണ്ടാവും പക്ഷെ വരില്ല, ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കും ചിലവർക്കില്ലേ. ഇതിനെല്ലാം തന്നെ നമുക്ക് ഈ പോയിൻ്റ് നല്ലതാണ്. ലങ് ചീനെ, റിബലസ് ചീനെ കൺട്രോൾ ചെയ്യുന്നു. ബെനിഫിറ്റ്സ് ദ തോട്ട്, കഫം പുറന്തള്ളാൻ ഈ പോയിൻ്റ് നല്ലതാണ്. ഓക്കെ, നീഡ്ലിംഗ് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം, ഡീപ്പ് നീഡ്ലിംഗ് ചെയ്യരുത്. ഓക്കെ, റൺ 22 എന്നുള്ളത് ആ കഴുത്തിലെ തൊണ്ടയിലെ കുഴിയിലുള്ള പോയിൻ്റാണ്. അടുത്ത റൺ 23 എന്നുള്ള പോയിൻ്റാണ്. ഓക്കെ, ലൊക്കേഷൻ ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഇതിൽ ചിത്രത്തിൽ കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. നിങ്ങൾ 90 ഡിഗ്രി തല സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ താടിയിൽ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ കഴുത്തിൽ തട്ടുന്ന ഭാഗം. ഓക്കെ, ആ നമ്മൾ സംസാരിക്കുമ്പോൾ അവിടെ ഒരു ബോണ് കിടന്നിട്ട് ഹയോയിഡ് ബോൺ ഉണ്ടാവും. ആ ബോണിൻ്റെ തൊട്ട് മുകളിൽ വരുന്ന പോയിൻ്റാണ്. അവിടെ ശരിക്കും ഒരു കുഴിയുണ്ട് കേട്ടോ, നിങ്ങൾ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. ഹലോ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? കേൾക്കാനുണ്ട് സാർ, കേൾക്കുന്നുണ്ട്. അതാണ് ലൊക്കേഷൻ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ല, റൺ 22 ഒപ്പം ഈ റൺ 23 കൂടെയാണ് പൊതുവെ കമ്പൈൻ ചെയ്ത് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. ക്രോസിംഗ് പോയിൻ്റ് ഓഫ് റൺ ആൻഡ് ഇൻ ഈ വെസൽസിൻ്റെ ക്രോസിംഗ് പോയിൻ്റാണ്. അത് സ്വെല്ലിംഗ് ആൻഡ് പെയിൻ ഓഫ് ദ ഈ ത്രോട്ടിൻ്റെ ഭാഗത്ത്
തൈറോയിഡ് ഗ്ലാൻഡ്, അതേമാതിരി തന്നെ മറ്റേ ഈ ഭാഗത്ത് അവിടെ ഹയോയിഡ് ബോൺ എന്ന് പറഞ്ഞ് കാണുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ സ്വെല്ലിങ്ങും മറ്റുമൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വോയിസിനും സംസാരിക്കാനും മറ്റേ ആഹാരം ഇറക്കാനൊക്കെ തന്നെ ബുദ്ധിമുട്ടുണ്ടാവും. ഇതിനെല്ലാം നമുക്ക് ഈ പോയിൻറ്റ്സ് ഉപയോഗിക്കാം. അതേമാതിരി തന്നെ ചില ആളുകളിൽ ഒരുപാട് വയ്യാണ്ടാകുന്ന സമയങ്ങളിൽ നാക്ക് സലൈവ നിറയെ ഉണ്ടാവും, നാക്കിൽ വെള്ളം നിറയെ ഉണ്ടാവും, ചിലപ്പോൾ ഊറ് തന്നെ ചെയ്യും. നാക്കിന് പക്ഷേ ഒരു മസിൽസൊക്കെ വീക്കായ പോലെ കുഴകുഴാന്നുണ്ടാവും നാക്കൊക്കെ. സംസാരിക്കുമ്പോൾ അക്ഷരങ്ങൾ പോലും ശരിക്കും വരില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഈ പോയിൻറ്റ്സ് ഉപയോഗിക്കാൻ പറ്റും. അതേമാതിരി തന്നെ ചില ആളുകളിലേക്ക് നാക്ക് സ്റ്റിഫ്നെസ് കൂടിയിട്ട് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും, അക്ഷരങ്ങൾ ക്ലിയറായി വരില്ല. ആ സമയത്ത് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അതേമാതിരി തന്നെ സഡൻ ഹോർസ്നെസ് ഓഫ് വോയിസിന് ഉപയോഗിക്കാം. ആഹാരങ്ങളൊക്കെ കഴിച്ചിറക്കാനുള്ള ബുദ്ധിമുട്ടുകൾക്ക് നമുക്ക് ഈ പോയിൻറ്റ്സ് ഉപയോഗിക്കാൻ പറ്റുന്ന പോയിൻ്റാണ്. ടങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന പോയിൻ്റാണ്. ത്രോട്ട് ആൻഡ് സ്പീച്ച് റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസിന് നമുക്ക് ഈ പോയിൻറ്റ്സ് ഉപയോഗിച്ചിട്ട് നിറയെ മാറ്റം വന്നിട്ടുണ്ട്. എല്ലാ കേസും അല്ല, ഞാൻ ഇപ്പോഴും ഒരു ക്ലയൻറ്റിനെ നോക്കുന്നുണ്ട്. അവർക്ക് സ്ട്രോക്ക് വന്നതാണ്. കയ്യിനും കാലിനും ഒക്കെ വന്നിട്ട് അവരുടെ റുട്ടീനായിട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടില്ല, പക്ഷേ പഴയ ഫ്ലെക്സിബിലിറ്റി ഇല്ല. പക്ഷേ അവർക്ക് ഇതേമാതിരി തന്നെ ശബ്ദം ഒട്ടും വരുന്നില്ല. ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. സ്ട്രോക്ക് വന്നു, നമ്മുടെ അടുത്ത് വരുമ്പോൾ ഏകദേശം 5-6 മാസം കഴിഞ്ഞിട്ടാണ് വന്നത്. മറ്റേ എന്താ പറയുക, മൂപ്പർക്ക് ഇപ്പോഴും പക്ഷേ വളരെ പതുക്കെ കംഫർട്ടബിൾ ആണെങ്കിൽ 1-2 അക്ഷരങ്ങൾ പറയാൻ പറ്റും. പക്ഷേ എന്നാലും നമ്മുടെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ ഒരു ആൻസൈറ്റി കൂടുതലാണ് അവർക്ക്. അപ്പോൾ ആ ആൻസൈറ്റി വന്നു കഴിഞ്ഞാൽ തീരെ സൗണ്ട് വരില്ല. ഇപ്പോഴും സ്റ്റിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഈ 4 ഞാനൊരു 10-15 പ്രാവശ്യത്തിൽ കൂടുതൽ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 1% ഇമ്പ്രൂവ്മെൻറ്റേ കിട്ടിയിട്ടുള്ളൂ. അതേ സമയത്ത് 100% റിസൾട്ട് കിട്ടിയതുണ്ട്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രോക്ക് വന്നിട്ട് അത് ബ്രെയിനിലെ മറ്റേ ഇത് കൺട്രോൾ ചെയ്യുന്ന ഭാഗങ്ങളിലും കൂടെ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് എനർജി ലെവലിലാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഓപ്പൺ ആയിട്ടുണ്ടാവും. ഇത് സ്ട്രോക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയിൽ ഏതോ ചില ഭാഗങ്ങളിൽ വന്നിട്ട് ബ്ലഡ് ക്ലോട്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവിടെ എന്താ പറയുക ബ്ലഡ് പോവാതെയോ അല്ലെങ്കിൽ എക്സസ് പോയിട്ട് ആ സെല്ലുകൾക്ക് ഡാമേജ് സംഭവിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഇത്രയും സമയം നമുക്ക് എടുക്കുന്നത്. അവർക്ക് മാറ്റമുണ്ട്, കാരണം അവരുടെ ബോഡി മൂവ്മെൻറ്റ്സിനൊക്കെ നിറയെ മാറ്റങ്ങൾ വരാൻ തുടങ്ങിയതുകൊണ്ട് സ്റ്റിൽ ദേ ആർ കണ്ടിന്യൂയിങ്. ഓക്കെ. ഒരുപാട് ഇങ്ങനെ മസാജിങ് കൊടുത്താൽ മാറ്റുണ്ടാവോ? നീഡിലിന് പകരം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നീഡിലാണ് കുറച്ചുകൂടെ സേഫ്. റോട്ട് നിങ്ങൾ വെച്ചിട്ട് നിങ്ങൾ മസാജ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചുമ വരുന്ന സ്ഥലമാണ്. വളരെ സോഫ്റ്റ് കാട്രിലിജസ് ആണ് അവിടെ ഉള്ളത്. അഡ്വൈസബിൾ നീഡിലാണ് മസാജിനേക്കാളും നല്ലത്. മസാജ് ചെയ്യുന്ന അറിയുന്നവരാണ്. ഇപ്പോൾ ബ്യൂട്ടീഷ്യൻസ് ഒക്കെ പോയി കഴിഞ്ഞാൽ അവർ ഈ ഭാഗങ്ങളിൽ ചെയ്യും. അവർക്ക് എക്സ്പീരിയൻസ് ഉള്ളവരുണ്ട്. നമുക്ക് പരിചയമില്ലാതെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ചുമയും ശ്വാസം മുട്ടലും ഉണ്ടാവും. ഒട്ടും പ്രഷർ പോകാൻ പാടില്ല. പ്രഷർ നീഡിലിടാലോ, വളരെ മൈൽഡായിട്ട് ചെയ്യാം. ആദ്യം നിങ്ങൾക്ക് സീഡ് ഞാൻ അവിടെ വർക്ക് ചെയ്ത് നോക്കിയില്ല. അപ്പോൾ ഞാൻ നീഡിലാണ് ഇതുവരെ ചെയ്തിട്ടുള്ളൂ. അത് സ്പീക്കർ നീഡിലാണോ? ഞാൻ പ്രശ്നമില്ല. കുട്ടികൾക്കൊക്കെ അതാണ് നല്ലതേ. ആ ഉറക്കത്തെ സമയത്തെ അവർ ഉണരുമ്പോഴേക്കും ജസ്റ്റ് ഒന്ന് അവിടെ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള സ്ഥലമാണ്. നമ്മൾ ഒരു നീഡിൽ ഇട്ട് കഴിഞ്ഞാൽ ആ കുട്ടി ചിലപ്പോൾ ഉണരും. പിന്നെ അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നീഡിലിടാൻ പറ്റും. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. സമ്മതിക്കുകയും ചെയ്യില്ല കുട്ടികളെ. അവിടെ ഉണർന്നിരിക്കുമ്പോൾ ഇന്നുവരെ ഏത് കുട്ടിയും സമ്മതിച്ചിട്ടില്ല. ചിലവർക്ക് അറിയില്ല. പിന്നെ അവിടെ വെച്ചു കൊടുത്താൽ മതിയല്ലോ സീഡാകുമ്പോ. സീഡ് അക്യുപഞ്ചർ പോയിന്റ്സിൽ വർക്ക് ചെയ്യുന്ന എനിക്കൊരു പരിചയമുള്ള സ്റ്റുഡൻ്റ് ഉണ്ട്. ഞാൻ പക്ഷേ സീഡിനകത്ത് ആ കൂടി കുരുമുളക് ഉപയോഗിക്കാറുണ്ട്. അത് റയറായിട്ടാണ്, വേറെ നിവൃത്തിയില്ലാത്ത കേസസിനാണ് ഉപയോഗിക്കുക. ഓക്കെ. റൺ 24 എന്നുള്ള പോയിന്റാണ് നിങ്ങൾ യൂസ് ചെയ്തിട്ട് ഞാൻ പല കാര്യങ്ങളും പറയാറുണ്ട്. നിങ്ങൾ പക്ഷേ ക്ലാസ്സിൽ വന്ന് പറയാറില്ല. തിരിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പല കാര്യങ്ങളും പറയാറുള്ളതാണ്. അബ്ദുൽ ഖാദർ തന്നെ സാർ തന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ആരും തിരിച്ച് അടുത്ത ക്ലാസ്സിൽ നമുക്കിവിടെ വന്ന് ആരും പറഞ്ഞു കേട്ടിട്ടില്ല എന്ന് മാത്രം. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്ത് പറയൂ. ഞാനും ലേണിംഗ് ചെയ്യണം. ഞാനൊരു മാസ്റ്റർ ഒന്നുമല്ല, നിങ്ങളെപ്പോലെ തന്നെ. ഞാൻ ഒരുപാട് കേസുകൾക്ക് സീഡ് യൂസ് ചെയ്തിരുന്നു. നല്ല റിസൾട്ട് കിട്ടില്ലേ? വെരി ഗുഡ്. കുട്ടികളിലൊക്കെ ഒരുപാട് കൊടുക്കല് സീഡാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. അക്യുപഞ്ചർ പോയിന്റ്സിലൊക്കെ നല്ല റിസൾട്ട് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അതൊക്കെ നിങ്ങൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക, ഡിസ്കസ് ചെയ്യുക. ഓറിക്കലർ കൊടുക്കുമ്പോൾ സീഡ് കൊടുക്കും, അപ്പൊ നല്ല റിസൾട്ട് ആണ്. സീഡ് നന്നായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് വർക്ക് ചെയ്യും, സുജോക്കിൽ വർക്ക് ചെയ്യും.
ഈവൻ നിങ്ങൾ സ്പ്ലീൻ മെറീഡിയനിലെല്ലാം തന്നെ സ്റ്റൊമക് മെറീഡിയനിലൊക്കെ തന്നെ സീഡ് വർക്ക് ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ അതിനകത്ത് ഇപ്പോൾ എന്താ പ്രശ്നം ചോദിച്ചാൽ, ഇപ്പോൾ ഒരു എൻ്റെ ഒരു മറ്റേ എന്താ പറയുക, നമ്മുടെ ഇവിടുത്തെ ഒരു മാഷുണ്ട്, ഡോക്ടറാണ് അദ്ദേഹം, ആയുർവേദ ഡോക്ടറാണ്. അങ്ങേക്ക് അക്യുപഞ്ചർ നല്ല എക്സ്പേർട്ടാണ്, അതിനേക്കാൾ എക്സ്പേർട്ടാണ് സുജോക്കിൽ. ഓക്കെ, മിറാക്കിൾ ചെയ്യും അദ്ദേഹം സുജോക്കിൽ. പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുത്ത് വരുന്ന ക്ലയൻറ്റ് ആയുർവേദ മരുന്നും ചോദിച്ചിട്ട് വരുന്ന ആളുകളാണ്. അപ്പോൾ അദ്ദേഹത്തിന് വന്നിട്ട് അത് പരീക്ഷിക്കാൻ വളരെ കുറച്ച് പേഷ്യൻസേ കിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ വന്നിട്ട് അത് മാത്രം ചെയ്താൽ സാറ്റിസ്ഫൈഡ് ആകാത്ത പോലെ എൻ്റെ അടുത്ത് വരുന്ന ക്ലയൻസ് കൂടുതലും അക്യുപഞ്ചറിനല്ല വരുന്നത്, മെയിനായിട്ട് ഡോണിനാണ് വരുന്നത്. എന്നാലും ഞാനൊരു 3 സിറ്റിംഗ് അക്യുപഞ്ചർ ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഡോൺ തെറാപ്പിയിലാണ്. അപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന ക്ലയൻസും വേറെ ആൾക്കാർ റെഫർ ചെയ്ത് വരുന്നതാണ്, അഡ്വർടൈസ്മെൻറ്റ് കണ്ട് വരുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് അവർ വരുമ്പോൾ തന്നെ ഡോണാണ് എന്ന് പറഞ്ഞിട്ടാണ് വരിക. അപ്പോൾ ഞാൻ പറയില്ല, എൻ്റെ ക്ലയൻസൊക്കെ പറയും 3 ദിവസം 3-4 ദിവസം കഴിഞ്ഞിട്ട് ശരീരത്തിൽ കൈവയ്ക്കുള്ളൂ, അതുവരെ നീഡിൽ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് വരുന്നതുകൊണ്ട് ആ 3 ദിവസം കഴിഞ്ഞാൽ അവർ ചോദിക്കാൻ തുടങ്ങും, സാർ എപ്പോഴാണ് ഡോൺ തുടങ്ങുന്നത്. ചില ക്ലയൻസ് ഡോൺ തുടങ്ങിയ പിന്നെ പറയാറുണ്ട്, നീഡിൽ തന്നെ മതിയായിരുന്നു എന്നും പറയാറുണ്ട് കേട്ടോ. ഓക്കെ, നമ്മുടെ 24 എന്നുള്ള പോയിൻ്റാണ് റൺ വെസൽസും സ്റ്റൊമക് മെറിഡിയനും കൂടെ ക്രോസ് ചെയ്യുന്ന പോയിൻ്റാണ്. മുഖം കൂടുതലുണ്ടാവും, അത് സ്ട്രോക്ക് വന്നിട്ടുണ്ടാവും, അതല്ലെങ്കിൽ കോൾഡ് അറ്റാക്ക്, പ്രത്യേകിച്ച് വിൻഡ് കോൾഡിലൊക്കെ വരുമ്പോൾ മുഖം കോടിപ്പോയ പോലെ ഉണ്ടാവും. അതിന് ഈ പോയിൻ്റ് നല്ലതാണ്. അതേമാതിരി തന്നെ ഗമ്മിൽ, നമ്മുടെ മോണയിലുണ്ടാവുന്ന വേദനകൾക്കും സ്വെല്ലിങ്ങും മാറാൻ ഈ റൺ 24 നല്ലതാണ്. വായിൽ വന്നിട്ട് സലൈവ ഒരുപാട് വരുന്നുണ്ടെങ്കിലും ഒട്ടും വരുന്നില്ലെങ്കിലും ഈ പോയിൻ്റ് നല്ലതാണ്. എപ്പിലെപ്സിക്കും എല്ലാം ഈ പോയിൻ്റ് നല്ലതാണ്. റൺ 24 എന്നുള്ളത് നമ്മളുടെ കീഴ്ത്താടിയിൽ ചുണ്ടിന് താഴെയുള്ള കുഴിയാണ്. നിങ്ങൾ തൊടുമ്പോൾ അറിയാം. ഇത് പല ആൾക്കാരും വന്നിട്ട് കോൺസ്റ്റിപ്പേഷൻ ക്ലിയർ ചെയ്യാനും ഉപയോഗിക്കുന്ന ആളുകളുണ്ട് കേട്ടോ. ഇവിടെ മസാജ് ചെയ്തിട്ട് കോൺസ്റ്റിപ്പേഷൻ ക്ലിയർ ചെയ്യാനും ചെയ്യാറുണ്ട് റൺ 24 എന്നുള്ളത്. എന്തെങ്കിലും സംശയമുണ്ടോ? സാർ, ചുണ്ട് വിണ്ട് കയറില്ലേ, നമ്മുടെ ചുണ്ട് വിണ്ട് കയറിയിട്ട് വരുന്ന പേഷ്യന്റ് ഉണ്ടാവുമല്ലോ, അവർക്ക് റൺ 24 ഒരു നേരിട്ട് കഴിഞ്ഞാൽ പിറ്റേ നമുക്ക് മാറുന്നതായിട്ട് ഞാൻ ഒരുപാട് പേഷ്യൻസ് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. ഞാൻ ഇതുവരെ അതില്ല. ഓക്കെ, നമ്മുടെ ഈ തണുത്ത കാലാവസ്ഥയിൽ കാറ്റടിക്കുമ്പോഴൊക്കെ ഉണ്ടാവുന്ന ചുണ്ട് വിണ്ട് കയറിയിട്ട് ചോരൊക്കെ വരുന്ന അവസ്ഥ ഉണ്ടാവില്ലേ? മനസ്സിലായി. അതായത് കാരണം ഇതിന്റെ ഇത് തന്നെ എക്സ്പെൽസ് വിൻഡ് ഉണ്ട്, ഫംഗ്ഷനിൽ കണ്ടില്ലേ, വിൻഡുമായിട്ട് കോൾഡ് വിൻഡ് ആണെങ്കിലും ശരി നമുക്ക് മാറ്റം വരും. ഇന്നവരെ നമുക്ക് പേഷ്യന്റിന് ഇത് ചെയ്യാൻ തോന്നിയിട്ടില്ല. താങ്ക് യു, ഇത് ഓർമ്മയുണ്ട്. അടുത്ത സ്റ്റിക്കർ നെയിലിൽ കൊടുത്താലും മതി. അവിടെ സ്റ്റിക്കർ നെയിലിൽ കൊടുത്താലും കുട്ടികളെ ഇപ്പൊ ഈ ചുണ്ടുമണിക്ക് ക്രീം വെച്ച് തേക്കുന്നതിന് പാറായിട്ട് ജസ്റ്റ് ഒന്ന് കുത്തിയെടുത്താൽ തന്നെ അവിടെ ആ മാറ്റം നമുക്ക് കുറച്ച് നേരത്തിനുള്ളിൽ കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ സ്റ്റുഡൻസിന് ആരെങ്കിലും